നടി ഹണി റോസിന് ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ നിന്നുള്ളതാണ് വാർത്ത. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, എനിക്ക് തോന്നുന്നത് ബോബി കസ്റ്റഡിയിലാവുന്ന വയനാട്ടിൽ നിന്ന് തന്നെയാണ്. എപ്പോഴാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവരിക? എന്തൊക്കെയാണ് അതിന്റെ തുടർ നിയമ നടപടി ക്രമങ്ങൾ? വിഷ്ണു, വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് കസ്റ്റഡിയിലായി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹണി റോസിന്റെ പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഹണി റോസ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചിരുന്നു. ഹണി റോസ് എന്തായാലും ആ വിഷയത്തിൽ ശക്തമായ എന്താണ് മാനസികാവസ്ഥയിൽ തന്നെയാണ്. നേരത്തെ അവരുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ ഞാൻ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിതെന്ന വാക്ക് തന്നെ കൃത്യമായി പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പണത്തിന്റെ അധികാരത്തെ അല്ലെങ്കിൽ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കൂ എന്നതായിരുന്നു ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അതിന് പ്രകാരം ആ നിയമവ്യവസ്ഥയിൽ പൂർണ്ണമായി വിശ്വാസമുണ്ട് എന്നുള്ളത് തന്നെ ഹണി റോസ് 24 അല്പസമയം പറഞ്ഞത്. എന്തായാലും ഇതൊരു പാഠമാവണം. ഹണി റോസിന്റെ അധിക്ഷേപ പരാതിയിൽ ഹണി റോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലെടുത്ത് വയനാട് മേപ്പാടിയിൽ നിന്നാണ്. ഇനിയിപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ബോബി ചെമ്മണ്ണൂരിന് ഏതെങ്കിലും തരത്തിൽ നാട് വിട്ടു പോകാൻ കഴിയാത്ത ആളല്ല ബോബി ചെമ്മണ്ണൂർ. ഇപ്പം നമ്മുടെ ഭാഷയിൽ ഒളിവിൽ പോവുക എന്നുള്ള കാര്യം സാധ്യമാകാത്ത ആളല്ല ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നീക്കം ബോബിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ നീക്കം എന്തായാലും പോലീസ് പൊളിക്കുകയാണ്. മുഖ്യമന്ത്രി വാക്കുപാലിച്ചു ഒന്നുകൂടി ഹണി റോസ് പറയുന്നു. മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഈ വിഷയത്തിൽ എന്ന് ഹണി റോസ് പറയുന്നു. അങ്ങേറ്റം മോശമായ രീതിയിൽ വേദിയിൽ വെച്ചും അല്ലാതെയും ഒക്കെ ലൈംഗികാധിക്ഷേപ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി. വയനാട് SP ചേർന്നു. സാർ, ഈ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലാവുന്നത് എവിടെ നിന്നാണ്? മേപ്പാടി അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിന്റെ അടുത്ത് കസ്റ്റഡി എടുക്കാന്ന് പറയുകയാണ്. ഓക്കെ. ഹണി റോസിന്റെ പരാതിയിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരുന്നു SP. സ്വാഭാവികമായും ഈ കസ്റ്റഡി ഒഴിവാക്കാൻ കഴിയാത്തതാണ് അല്ലേ? അതെ അതെ, ഇത് അന്നക്കുളമ്പ കേസാണ്. കസ്റ്റഡി എടുത്തത്. ഓക്കെ. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ബോബി ഒളിവിൽ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുകയാണ് പോലീസ്. അത് വാച്ചിലായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് കിട്ടാൻ സാധിച്ചിരുന്നത്. അപ്പോൾ നടപടി അവരേറ്റിരിക്കുകയാണ്. ഓക്കെ. എപ്പോഴാണ് ബോബിയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരിക സർ? കൊണ്ടുപോവുകയാണ്. ഓക്കെ. ഒരു നിർദ്ദേശപ്രകാരം തന്നെയാണോ ബോബിയെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ബോബിയെ, അല്ലെങ്കിൽ തന്നെ ബോബി ചോദ്യം ചെയ്യൽ ഹാജരാകണമായിരുന്നു? അതിനു മുമ്പ് കസ്റ്റഡി എന്നുള്ളത് തീരുമാനപ്രകാരം ചെയ്തതാണോ ശ്രീ തബോഷ് ബസുമതാരി SP? അതെ അതെ. ഓക്കെ. ഒരുപക്ഷെ ഒളിവിൽ പോകാനുള്ള പോസിബിലിറ്റി കൂടി പോലീസ് കണക്കിലെടുത്തിട്ടുണ്ട്. അതും അങ്ങനെയുള്ള സാധ്യത ആയതുകൊണ്ട് എത്ര പെട്ടെന്ന് കസ്റ്റഡിയിലുള്ള നടപടി എടുത്തിരുന്നു. അവർ ഇപ്പോ ബാക്കിയുള്ള കാര്യം കൊച്ചി സിറ്റി പോലീസ് ചെയ്യുകയായിരിക്കും. ഓക്കെ. മേപ്പാടിയിൽ ഈ ബോബിക്ക് എന്തോ റിസോർട്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ റിസോർട്ടിൽ നിന്നാണോ കസ്റ്റഡി? ഹലോ, മേപ്പാടിയിൽ ഈ ബോബി ചെമ്മണ്ണൂർ റിസോർട്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ റിസോർട്ടിൽ നിന്നാണോ ബോബിയെ കസ്റ്റഡിയിൽ എടുത്തത് ശ്രീ SP? അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ്, അടുത്ത സ്ഥലം നിന്ന് കസ്റ്റഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. കസ്റ്റഡിയിൽ എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ എതിർപ്പൊന്നും ഉയർത്തിയില്ല ബോബി ചെമ്മണ്ണൂർ അല്ലേ സാർ? ഒന്നുമില്ല. ഓക്കെ. താങ്ക് യു. വയനാട് SP ശ്രീ തബോഷ് ബസുമതാരയാണ് നമ്മളോട് സംസാരിച്ചത്. തബോഷ് ബസുമതാര പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ വയനാട് മേപ്പാടിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ റിസോർട്ട് അവിടെയുണ്ട്, ആ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു എന്നും പറയുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഈ പറയുന്ന നമ്മൾ SP-യോട് അദ്ദേഹം ഒളിവിൽ പോകാനുള്ള ഒരു പോസിബിലിറ്റി കൂടി പരിഗണിച്ചാണോ കസ്റ്റഡി എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് തന്നെ SP പറയുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു നീക്കം കൂടി പോലീസ് പൊളിച്ചു. വിഷ്ണു സാർ, ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലുണ്ട്. ഹാഷ്മി, ആ നീക്കമൊക്കെ പൊളിഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ബോബി ചെമ്മണ്ണൂർ കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകും. ആ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പരിഗണിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ഉണ്ടാകില്ല, അതിൽ കോടതി നടപടി സ്വീകരിച്ച ശേഷം മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നെങ്കിൽ അങ്ങനെയൊന്നുമല്ല. കൊച്ചി സെൻട്രൽ പോലീസ് വളരെ കാര്യക്ഷമമായി കേസ് ഏറ്റെടുത്തു. അവർ വളരെ ശക്തമായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സൈബർ സെൽ അംഗങ്ങളടക്കം ആ സംഘത്തിലുണ്ടായിരുന്നു. ആ സംഘം ഇന്നലെ രാത്രി തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ടവർ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്ത് വയനാട് അദ്ദേഹത്തിന്റെ റിസോർട്ടിനടുത്ത് നിന്ന് പിടികൂടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെൻട്രൽ CSI അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതെന്നും നമ്മൾ കരുതുന്നു. അവർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം. വളരെ കാര്യക്ഷമമായുള്ള അന്വേഷണമാണ് ഇത് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇത്തരം ഉന്നത സാഹചര്യങ്ങളുള്ള ആളുകളെയൊക്കെ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യത്തിനൊക്കെ പോകാൻ ഒരു അവസരം കൊടുക്കുന്നു എന്ന വിമർശനങ്ങളൊക്കെ പോലീസിനെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കേസിൽ അങ്ങനെയല്ല. നേരത്തെ പിടിയിലായ ഷാജിയും ബോബി ചെമ്മണ്ണൂരും ഞങ്ങൾക്ക് ഒന്ന് തന്നെ, അവർ ചെയ്തത് സമാനമായ രീതിയിലുള്ള ക്രൈമാണ് എന്ന് പോലീസ്. ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലാണ്. വയനാട് മേപ്പാടി അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ
എടുത്തിരിക്കുന്നത്. കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ ജാമ്യമില്ലാ വകുപ്പാണ്. ഗുരുതരമായ വകുപ്പുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായം നേരിടേണ്ടി വരും. ഒരുപക്ഷേ ഇത്തരത്തിലൊരു ലൈംഗികാധിക്ഷേപ പരാതിയിൽ അങ്ങനെ ഒരു വ്യവസായ ശൃംഖലയുടെ മേധാവി പിടിയിലാവുക എന്നുള്ളത് കേരളത്തിൽ മുൻപുണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. നേരത്തെ ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ഹണി റോസ് ഇട്ട ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് താഴെ വന്ന് വൃത്തിയോട് പറഞ്ഞ വേറൊരു കമന്റ് തൊഴിലാളിയെ പോലീസ് കൊണ്ടുപോയിരുന്നു. ഏതാണ്ട് അതേ പരിഗണന തന്നെ ബോബി ചെമ്മണ്ണൂരിനും കൊടുക്കുന്നുണ്ട് പോലീസ്. നല്ല കാര്യമാണത്. ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഒളിവിൽ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അത് നടത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. വയനാട് SP നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് സ്ഥിരീകരിക്കുകയായിരുന്നു ആ കാര്യങ്ങൾ. SP തബോഷ് ബസുമതാരി പറയുന്നത്. വിഷ്ണു സുരേഷ് തുടർന്ന്. വിഷ്ണു നമ്മൾ നേരത്തെ ഇപ്പോൾ എപ്പോഴാണ് ബോബിയെ കൊച്ചിയിലേക്ക് എത്തിക്കുക? കൊച്ചിയിലേക്ക് വരുന്ന ബോബി ചോദ്യം ചെയ്യലടക്കം നേരിടേണ്ടി വരുന്ന സ്വാഭാവിക നിയമ നടപടിക്രമങ്ങൾ എന്താണ് വിഷ്ണു? ഹാഷ്മി, ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച ശേഷമായിരിക്കും, അതൊരു പക്ഷേ DCPയുടെ നേതൃത്വത്തിൽ അടക്കമായിരിക്കും ചോദ്യം ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൽ കേവലം ഒരു ചോദ്യം ചെയ്യൽ മാത്രമല്ല, തെളിവുകൾ സഹിതമാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയത്. പ്രത്യേകിച്ച് അന്ന് ഇവർക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നേരിട്ട അധിക്ഷേപത്തിന്റെ വീഡിയോ ക്ലിപ്പ് കൈമാറിയിരുന്നു. ഒപ്പം ചില സ്ക്രീൻഷോട്ടുകൾ കൈമാറിയിരുന്നു. അതെല്ലാം ശക്തമായി, അല്ലെങ്കിൽ അതെല്ലാം വെച്ചുകൊണ്ടാണ് പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് പരാതി നൽകിയ 2-ാം മണിക്കൂറിൽ തന്നെ പോലീസ് കേസെടുക്കുകയും 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇനി അടുത്ത നടപടി എന്നുള്ളത് അറസ്റ്റാണ്. അറസ്റ്റ് ഉറപ്പായും ഉണ്ടാകും. അതിൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് ഉണ്ടാകുക. ഏത് സാഹചര്യത്തിലാണ് ഇവരെ നിരന്തരം പരാതിയിൽ പറയുന്നത് പോലുള്ള വേട്ടയാടലുകൾ നടത്തിയത് എന്ന് പോലീസിന് അറിയേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമോ അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഈ നടിയെ മാത്രം ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടത് ബോബി ചെമ്മണ്ണൂറാണ്. അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത് അങ്ങനെയൊന്നുമില്ല, ഞാൻ അവർക്ക് മനോവിഷമം ഉണ്ടാവുന്ന തരത്തിൽ ഒരു പ്രവർത്തനവും തന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, താൻ സ്വാഭാവികമായി സംസാരിക്കുന്ന രീതിയാണ് അത് അവർക്ക് വിഷമം ഉണ്ടായെങ്കിൽ താൻ മാപ്പ് പറയുന്നു എന്നാണ് ബോബി ഇന്നലെ മാധ്യമങ്ങളോടക്കം പറയുന്നത്. പക്ഷേ പോലീസിനെ അത് സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പോലീസിന് ചില വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. ഒരു ക്രൈം ഇവിടെ കമ്മിറ്റഡ് ആയിട്ടുണ്ട്. ആ ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ക്രൈമിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ഇതിനോടകം തന്നെ പ്രാഥമിക തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളുടെ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി ബോബിയുടെ മൊഴിയാണ് രേഖപ്പെടുത്തേണ്ടത്. വിശദമായി ചോദ്യം ചെയ്യും. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതെന്നുള്ള കാര്യങ്ങളൊക്കെ, അതല്ലെങ്കിൽ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിചയമുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാവും. DCPയും ACPയും എല്ലാം സംയുക്തമായിരിക്കും ഈ ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യുക. ഈ വയനാടുള്ള ടീം ഇങ്ങോട്ടേക്ക് എത്തണം. അവർ ഇന്നലെ രാത്രിയോടുകൂടി പുറപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഒരുപക്ഷെ അദ്ദേഹം ഇതിനോടകം തന്നെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ജാമ്യം ലഭിക്കാമോ എന്നുള്ളതിന് ഒരു വ്യക്തത കുറവുണ്ട്. പ്രത്യേകിച്ച് ജാമ്യമില്ലാ വകുപ്പ് അടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. IT ആക്ടുമുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, ഈ സൈബർ അതിക്രമങ്ങളും ലൈംഗിക അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ ഇടയ്ക്കിടയ്ക്ക് പരാമർശങ്ങളൊക്കെ നടത്താറുണ്ട്. ഇത്തരത്തിൽ ഒരു വ്യവസായി പ്രമുഖന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മോശം അനുഭവം ഒരു സിനിമാ നടിക്കുണ്ടായ പശ്ചാത്തലത്തിൽ അവർ നൽകിയ പരാതിക്ക് ഗൌരവ സ്വഭാവമുണ്ടെന്ന പോലീസ് റിപ്പോർട്ട് കോടതി സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ ജാമ്യമൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഇതിനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. തെളിവുകൾ നിരത്തിയായിരിക്കും ബോബിയെ ചോദ്യം ചെയ്യുക. ബോബിയെ ഒരു ഉച്ചയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുശേഷം ചോദ്യം ചെയ്യൽ ആരംഭിക്കും. വൈദ്യപരിശോധന അടക്കം നടത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. അതാണ് അതിന്റെ പ്രോസസ്സ്. ഇനി ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീകാന്ത് ഈ അഭിഭാഷകനടുത്ത് ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇപ്പോൾ തന്നെ ലഭ്യമാകും. എന്താ പറയാ, ഈ സൈബർ പോരാട്ടം, പ്രത്യേകിച്ച് ഈ സൈബർ ആക്രമണങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകും. സിനിമാ നടിമാർക്കെതിരെ, എല്ലാ മേഖലയിലും രാഷ്ട്രീയക്കാർക്കെതിരെ KK രമയൊക്കെ അനുഭവിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ പരാതിയൊക്കെ പകുതി ഒരു ഘട്ടത്തിൽ അന്വേഷിക്കുകയും പിന്നീട് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പരാതി വരുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു, 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് പ്രധാന പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു. വ്യവസായ പ്രമുഖനായ ഒരുപക്ഷെ ഈ രാഷ്ട്രീയത്തിലടക്കം സ്വാധീനമുള്ള ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അത് ഇത്തരത്തിൽ ഈ സ്ത്രീകൾക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പോലീസ് അടക്കം അതിൽ മൗനം പാലിക്കുന്ന വിമർശനമൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട്. ഒപ്പം ഹണി റോസിന്റെ നിലപാടും എടുത്തു പറയേണ്ടതാണ്. അവർ ഈ നടപടിയുമായി മുന്നോട്ട് ആദ്യം അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേരുണ്ടായിരുന്നില്ല. ആ പേരില്ലാത്ത പോസ്റ്റിൽ പോലും തനിക്ക് നേരിട്ട ഒരു വിഷമം അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരാൾക്കെതിരെ പങ്കുവച്ചപ്പോൾ, ഒരു മുന്നറിയിപ്പായി പങ്കുവച്ചപ്പോൾ അതിനടിയിൽ പോലും അവർക്കെതിരെ മോശം കമന്റ് ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്രയും എന്താ പറയാ, മനോദല തെറ്റിയ നിലയിലേക്ക് ഈ
സോഷ്യൽ മീഡിയയിൽ ചില മലയാളികളൊക്കെ മാറുന്നു എന്നുള്ളതൊക്കെ ആ കമന്റ് മനോഹരൻ പറഞ്ഞാൽ പോരാ, മനോഹരൻ പറഞ്ഞാൽ പോരാ. അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ, അങ്ങേയറ്റം വൈകൃതപരമായി ലൈംഗികത മാത്രം തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന രീതിയിൽ വൃത്തികെട്ട മനുഷ്യന്മാരെ കുറെ പേരെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, പല കാര്യത്തിൽ പല സൈബർ അതിക്രമങ്ങളിൽ അങ്ങേയറ്റം രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ കൂടി നല്ല ഭംഗിയായ രാഷ്ട്രീയ വിമർശനം നടത്താം സൈബർ വേദികൾ, അതൊന്നും പ്രശ്നമല്ല. അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ ഈ പറയുന്ന സ്ത്രീകളൊക്കെ വലിച്ചിഴിച്ചുകൊണ്ടൊന്ന് വൃത്തികേട് പറയുന്ന കുറേയധികം വൃത്തികെട്ടവന്മാരെ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അതിലൊരു വൃത്തികെട്ടവനെയാണ് പോലീസ് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. അത് പാർലമെന്ററി ആണോ അല്ലയോ എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ വൃത്തികെട്ടവന്മാരെ തന്നെ വിളിക്കേണ്ടതാണ്. അങ്ങനൊരു ഒരാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വൃത്തികെട്ട രീതിയിൽ ഒരു കമന്റ് ഇട്ട ഒരാളാണ്. എന്തായാലും ബോച്ചെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് എത്താനിരിക്കെ എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. കോയമ്പത്തൂരിലെ ഷോറൂം ഉദ്ഘാടനത്തിന് ബോബി പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിന്റെ പോസ്റ്ററൊക്കെ പുറത്തിറക്കിയതാണ്. ഹാൻസിക മോട്ടുവാനിക്കൊപ്പം ബോബി പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ബോബി എത്തില്ല എന്ന് 10 മണിക്ക് പിന്നാലെ അറിയിച്ചു. ബോബി ഇല്ലാതെ അവിടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. എന്തായാലും ബോബി ചെമ്മണ്ണൂർ വയനാട് മേപ്പാടിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ വ്യവസായിയെ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിൽ കൊണ്ടുവരികയാണ്. ഇതിനു മുൻപ് അത്തരത്തിൽ ഒരു വ്യവസായ ശൃംഖലയുടെ തലവൻ ഒരു നടിക്കെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്നുള്ള പരാതിയിൽ ഇത്തരത്തിൽ കസ്റ്റഡിയായിട്ട് കേരളത്തിൽ മുമ്പ് ചരിത്രമുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല.